വിമർശിച്ചുകൊണ്ടല്ല, അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടല്ല ജനങ്ങളുടെ മുന്നിൽ ശ്രദ്ധ ആകർഷിക്കേണ്ടത്. ഇതുപോലുള്ള സാർത്ഥകമായ കാര്യപ്രാപ്തി തെളിയിക്കുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയാൽ ജനങ്ങൾ ഒന്നാകെ നിങ്ങളുടെ പിന്നിൽ ഉണ്ടാകും. അവിടെ രാഷ്ട്രീയം ഒരു പ്രശ്നമല്ല, പ്രസക്തമല്ല. രാഷ്ട്രീയത്തിൽ സേവനത്തിന്റെ അളവുകോലാണ് ഒടുവിൽ തിരഞ്ഞെടുപ്പിൽ മാനദണ്ഡമാകുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ പക്വതയും സംസ്കാരവും വ്യതിരിക്തമായി നിൽക്കുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ. ഈ മിഷനറി നമ്മുടെ നാട്ടിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയായി അദ്ദേഹം മാറിയിരിക്കുന്നു. ചരിത്രത്തിൽ പറഞ്ഞാൽ ഇടം പിടിച്ചിരിക്കുന്നു. ടാലന്റ് സ്കൗട്ടിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഫോക്സിനോക്സിന് ഹീലിഫിക്കേഷൻ ഈ വാക്ക് ചിലപ്പോൾ മലയാളികൾ മറക്കാനിടയില്ല. കടുകട്ടിയായ ഇംഗ്ലീഷ് വാക്ക് പോലും മലയാളികൾക്ക് സുപരിചിതമാക്കി തന്ന ശശി തരൂരിന് 1000 അഭിവാദ്യങ്ങൾ. ഏതായാലും അദ്ദേഹം അത് പറഞ്ഞത് അന്ന് ചിലരെ ഉദ്ദേശിച്ചാണെങ്കിലും ഇന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ചില കോൺഗ്രസുകാർക്ക് തന്നെ അത് ഏറ്റെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹം തന്റെ പ്രവൃത്തിയിലൂടെ വ്യക്തമാക്കി തന്നിരിക്കുന്നു. ആ വിഷയത്തെക്കുറിച്ചാണ് ടാലന്റ് സ്കൗട്ട് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ടാലന്റ് സ്കൗട്ട് ഇതിനു മുന്നേ പിണറായി വിജയനെ കുറിച്ചും കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചും ഒരു താരതമ്യ പഠനം നടത്തിയ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഒരു കാര്യം അഭിപ്രായപ്പെട്ടിരുന്നു. അതായത് വിദേശ രാജ്യങ്ങളിലുള്ള രാഷ്ട്രീയ സംസ്കാരവും നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചില സംസ്കാരവും തമ്മിലുള്ള അന്തരം. വിദേശ രാജ്യങ്ങളിൽ കാണുന്ന ആ അഭിമാനാർഹമായ സംസ്കാരം പിന്തുടരുന്നത് കൊണ്ടാവാം ചിലപ്പോൾ ശശി തരൂർ അദ്ദേഹത്തിന്റെ തന്നെ മറ്റ് പാർട്ടി പ്രവർത്തകരിൽ നിന്നും വ്യതിരിക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ശ്രദ്ധയാകർഷിക്കുന്നത്, അഭിമാനകരമായ പിന്തുണ ആർജിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ശശി തരൂരിൽ നിന്നും കാണുന്ന ഈ ഒരു വേറിട്ട രാഷ്ട്രീയ സംസ്കാരം അത് തികച്ചും അഭിനന്ദനാർഹമാണ് എന്ന് മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും തികച്ചും പിന്തുടരാൻ പറ്റുന്ന അഭിമാനാർഹമായ ഒരു കാര്യവും തന്നെയാണ്. ശശി തരൂർ ഈ അടുത്ത് നടത്തിയ 2 പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒന്നിച്ച് ആവേശഭരിതമാക്കിയുണ്ട്. അതായത് അദ്ദേഹം ആദ്യം ചെയ്തത് ശ്രീചിത്തിര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് 1 കോടി രൂപയുടെ ധനസഹായം നടത്തുകയും അവിടെ പുതിയ തരം റാപ്പിഡ് ടെസ്റ്റ് കിറ്റ് വികസിപ്പിച്ചെടുക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഇന്നത് വികസിപ്പിച്ചെടുക്കുകയും അതിന് ഉന്നതാധികാരങ്ങളിൽ നിന്നുള്ള അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുകയാണ്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോഴിത് അദ്ദേഹം മറ്റൊരു പ്രവർത്തനം കൂടി, തെർമൽ ഓപ്റ്റിക്കൽ ഇമേജിംഗ് സിസ്റ്റം വിത്ത് ആർട്ടിഫിഷ്യൽ ഇമേജിംഗ്, അതായത് കൃത്രിമമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഒരു മെഷീനറി ഒരു ഇമേജിനെ അവലോകനം ചെയ്തുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ അളക്കുന്ന ഒരു പ്രത്യേകതരം മെഷീനറിയാണിത്. ഈ മെഷീനറി നമ്മുടെ നാട്ടിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയായി അദ്ദേഹം മാറിയിരിക്കുന്നു. ചരിത്രത്തിൽ പറഞ്ഞാൽ ഇടം പിടിച്ചിരിക്കുന്നു. ഇത് വിദേശ രാജ്യങ്ങളിലുള്ള പല എയർപോർട്ടുകളിലും നമുക്ക് കാണാവുന്ന സാധനമാണ്. പക്ഷെ കേരളത്തിൽ ആദ്യമായി എത്തിച്ചത് തീർച്ചയായും ഇദ്ദേഹമാണ്. ഗവൺമെന്റിനെ കൂടി പിന്തുണച്ചുകൊണ്ട് ഒരു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചു എന്നതിലാണ് അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ പക്വതയും സംസ്കാരവും വ്യതിരിക്തമായി നിൽക്കുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളിൽ നിന്നും. അതായത് നേരത്തെ ഇദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ഫോക്സിനോക്സിന് ഹീലിഫിക്കേഷൻ ഇല്ലാത്ത ആ ഒരു അവസ്ഥയിലേക്ക് ഇദ്ദേഹം മാറിയിരിക്കുന്നു എന്നതാണ് ഇതിന്റെ കാതൽ. കേരളത്തിലുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാരിലുള്ള ഒരു മനോവികാരം അങ്ങനെയാണ്. വെറുതെ വിമർശിച്ചെങ്കിൽ മാത്രമേ വോട്ട് നേടാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ശ്രദ്ധ നേടാൻ പറ്റുകയുള്ളൂ എന്നാണ്. ഈ അത്യാവശ്യ സമയത്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെ ഒന്നിച്ച് കേരള ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു സമയത്ത് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് പ്രവർത്തനത്തിന്റെ ത്വരിതഗതിക്ക് മന്ദഗതി സമ്മാനിക്കുന്ന ഒരു രീതി പ്രതിപക്ഷ നേതാക്കളിൽ ചിലരിലെങ്കിലും കാണപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുമുണ്ട്. ഇത് ഇന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ ഇതിനു മുന്നേ കൂട്ടായ പ്രവർത്തനം ആവശ്യമായ പ്രളയ സമയത്ത് പോലും സഹായങ്ങളെയും സേവനങ്ങളെയും ഇതുപോലെ രാഷ്ട്രീയവൽക്കരിച്ച് ജനങ്ങളെ അതിൽ നിന്ന് അകറ്റുന്ന ഒരു പരിപാടി ഇത്തരക്കാർ അന്നും നടത്തിയിരുന്നു എന്നത് അവിതർക്കിതമാണ്. ഇന്നും ചില ആൾക്കാർ അത് തുടരുന്നു. അതിൽ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ചില പേരുകളെങ്കിലും നിങ്ങൾക്കറിയാവുന്നതാണ്. വിജിലൻസിന്റെ അന്വേഷണം വരും, അത് വരാൻ പോകുന്നുണ്ട് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയതുകൊണ്ട് ഗവൺമെന്റിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുക, ജനങ്ങളുടെ ശ്രദ്ധ ആ ആരോപണത്തിലേക്ക് തിരിക്കുക,
എന്നിട്ട് വിജിലൻസ് അന്വേഷണം അതിന്റെ സമയാസമയത്ത് വരുമ്പോൾ ഞാൻ ഈ ആരോപണം പറഞ്ഞതുകൊണ്ടാണ് എനിക്കെതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ടായത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ജനങ്ങളിൽ പരത്തുക, അതിനുവേണ്ടി ചില ആൾക്കാർ അദ്ദേഹത്തിന്റെ കൂടെ കൂട്ടിരുന്നുകൊണ്ട് പത്രസമ്മേളനം നടത്തി സ്വയം പണ്ടെങ്ങോ പറ്റിയ സഹായങ്ങളുടെ പേരിൽ ഇപ്പോൾ അപഹാസ്യനായി മാറുക എന്നുള്ളതൊക്കെ കേരളം കണ്ടുകഴിഞ്ഞതാണ്. ഇത്തരക്കാരായ രാഷ്ട്രീയക്കാരാണ് നമ്മുടെ ഏകതയിലുള്ള പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും വിലങ്ങുതടിയായി നിൽക്കുന്നത് എന്ന് പൊതുസമൂഹം ഇന്ന് തിരിച്ചറിയുന്നുണ്ടാവും. ഇത്തരക്കാരായ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നുമാണ് തരൂർ വ്യതിരിക്തരാകുന്നത്, അഭിമാനമായ നേട്ടം കൈവരിക്കുന്നത്, അഭിനന്ദനാർഹമായ ഒരു സമീപനം സ്വീകരിക്കുന്നത്, ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധയാകർഷിക്കുന്നത് എന്ന്. അതുപോലെയായിരിക്കണം പ്രവർത്തനം. വിമർശിച്ചുകൊണ്ടല്ല, അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടല്ല ജനങ്ങളുടെ മുന്നിൽ ശ്രദ്ധ ആകർഷിക്കേണ്ടത്. ഇതുപോലുള്ള സാർത്ഥകമായ കാര്യപ്രാപ്തി തെളിയിക്കുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയാൽ ജനങ്ങൾ ഒന്നാകെ നിങ്ങളുടെ പിന്നിൽ ഉണ്ടാകും. അവിടെ രാഷ്ട്രീയം ഒരു പ്രശ്നമല്ല, പ്രസക്തമല്ല. രാഷ്ട്രീയത്തിൽ സേവനത്തിന്റെ അളവുകോലാണ് ഒടുവിൽ തിരഞ്ഞെടുപ്പിൽ മാനദണ്ഡമാകുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വെറുതെയുള്ള വിമർശനങ്ങളോ സേവനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതുമല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്ന് മനസ്സിലാക്കാനുള്ള കെൽപ്പും ബുദ്ധിയും ഇന്ന് കേരള ജനതയ്ക്ക് സ്വായത്തമാണ്. അതാണ് പല രാഷ്ട്രീയക്കാരും മറന്നുപോകുന്നത്. അവിടെയാണ് ഈ ലോക്ക്ഡൌൺ സമയത്ത് പോലും കോമാളിയായി പ്രതിപക്ഷ നേതാവിനെ ജനങ്ങൾ ചിത്രീകരിക്കേണ്ട അവസ്ഥ സംജാതമാകുന്നത്. അവർക്കൊക്കെ മാതൃകയാണ് ശശി തരൂരിന്റെ ഈ പ്രവർത്തനം. തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രവർത്തനം നിഷ്പക്ഷമായ ഒരു ജനതയിൽ നിന്നുള്ള അംഗീകാരമായി ടാലന്റ് സ്കൗട്ട് അങ്ങേ അറിയിക്കുന്നു. പ്രിയപ്പെട്ട ശശി തരൂർ MP, താങ്കളുടെ വ്യത്യസ്തമായ വർഗീയതയോടുള്ള നിലപാടുകളൊക്കെ വിദേശ മാധ്യമങ്ങളും വിദേശങ്ങളിലുള്ള ബഹുമുഖ പ്രതിഭകളും വ്യക്തിത്വങ്ങളും അഭിനന്ദിച്ചിട്ടുണ്ട്. അത് താങ്കൾ തുടർന്നും നടത്തുക. താങ്കളുടെ ഈ സമൂഹ നന്മയ്ക്കുള്ള വ്യത്യസ്തമായ ഇടപെടൽ തികച്ചും അഭിനന്ദനാർഹമാണ്. അത് തുടരുക. താങ്കൾക്ക് ഒരു ജനതയുടെ മുഴുവൻ പിന്തുണയും എന്നും ഉണ്ടാകുമെന്ന് ഒരു സാധാരണ ജനത്തിന്റെ സന്ദേശം എന്ന നിലയിൽ ടാലന്റ് സ്കൗട്ട് താങ്കളെ അറിയിക്കുന്നു. ഏതായാലും എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും ഈ ചാനലിലൂടെ വരുന്ന നിഷ്പക്ഷമായ ജനങ്ങളുടെ ശബ്ദം നിങ്ങളിൽ യഥാസമയം കൃത്യസമയത്ത് നോട്ടിഫിക്കേഷനോടുകൂടി വരാൻ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ബെൽ ബട്ടനോടുകൂടി എനാബിൾ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ബൈ. അതുപോലെ സുഹൃത്തുക്കളെ, ടാലന്റ് സ്കൗട്ട് ഇതാ ഫേസ്ബുക്കിലൊരു പുതിയ പേജ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എവരുടെയും സഹകരണം അവിടെയും പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ആ പേജ് സന്ദർശിച്ചത് ലൈക്ക് ചെയ്യുക, അതുപോലെ ഫോളോ ചെയ്യുക. അതിൽ വരുന്ന ഓരോരോ വീഡിയോകളും ഒന്നും ഒഴിയാതെ തന്നെ കാണുക, ഷെയർ ചെയ്യുക, കമൻ്റൊക്കെ ചെയ്ത് സഹകരിക്കുക.